श्रीरामकृष्णाय स्वाहा। ॐ ऐं सर्वदेवदेवी स्वरूपाय 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 ശ്രീരാമകൃഷ്ണായ സ്വാഹ. മറ്റൊരു സംഭവം, അപ്പൊ പിന്നെ രാമൻ എവിടെയാണ് പൂജ ചെയ്തത്? രാമൻ എവിടെയാണ് പിന്നെ സേതു, അതായത് പാലം പണിത് ലങ്കയിലേക്ക് പോയത്? അത് രാമേശ്വരത്ത് നിന്ന് ഒരു 30-35 കിലോമീറ്റർ ദൂരത്തായിട്ട് ദേവീപട്ടണം എന്നൊരു സ്ഥലമുണ്ട്. സ്ഥലത്തിൻ്റെ പേര് ദേവീപട്ടണം. ആരെങ്കിലും ഇനി രാമേശ്വരത്ത് പോവുകയാണെങ്കിൽ ഓർത്ത് വെച്ചോളൂ, നമ്മൾ ആരും പോകുന്ന സ്ഥലമല്ല ദേവീപട്ടണം. വളരെ ചുരുക്കം ചില ആളുകളെ പോകുള്ളൂ. ഈ ദേവീപട്ടണത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ശ്രീരാമൻ 9 ദിവസം നവഗ്രഹ പൂജ നടത്തി. ഓരോ ഗ്രഹത്തിനും ഓരോ ദിവസം പൂജ നടത്തി. അങ്ങനെ 9 ദിവസം കൊണ്ട് 9 ഗ്രഹങ്ങൾക്ക് പൂജ നടത്തിയിട്ട് 10ാം ദിവസമാണ് ലങ്കയിലേക്ക് പോയത്. ഈ ലങ്കയിലേക്ക് പോയത് ദേവീപട്ടണത്ത് നിന്നാണ്, ധനുഷ്കോടിയിൽ നിന്നല്ല. ധനുഷ്കോടിയിൽ നിന്ന് പോകാൻ ആഴം കൂടുതലാണ്. അപ്പോൾ അവിടെ ഈ പാലം പണിത് പോകുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ ധനുഷ്കോടിയിൽ നിന്നുകൊണ്ടാണ് ലങ്ക കണ്ടിട്ട് പിന്നെ ഇനി അങ്ങോട്ട് പോകാനുള്ള മാർഗം. അപ്പോഴാണ് ദേവീപട്ടണത്ത് നിന്ന് നമുക്ക് സേതുബന്ധനം നടത്താമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അവിടെ നിന്നാണ്, അവിടെ ആഴം കുറവാണ്. നമ്മൾ ഇപ്പം ചെന്ന് ആദ്യം ഒരു 25-30 വർഷം മുൻപൊക്കെ പോയിരുന്നുവെങ്കിൽ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ആ രാമൻ പ്രതിഷ്ഠിച്ചത് എന്ന് പറയുന്ന 9 ഗ്രഹങ്ങൾ, അതായത് 9 കല്ലുകളാണ്, നീളമുള്ള കല്ലുകളുണ്ടായിരുന്നു. അന്ന് അത് ദ്രവിച്ചു പോയി, ഒരെണ്ണം ഒടിഞ്ഞു പോയി. അതിൻ്റെ മുകളിലൊരു വെള്ളം കുറയുമ്പോൾ ഒരു ശകല ഇങ്ങനെ കാണാൻ പറ്റും. ബാക്കി 8 വിഗ്രഹങ്ങൾ, അതായത് 8 ഈ കല്ലുകൾ ദ്രവിച്ച് അതങ്ങ് ശോഷിച്ചു പോയി, ഏത് സമയം വീണു പോകുന്നുള്ള രീതിയിൽ കടലിൽ തന്നെയായിരുന്നു അത്. അപ്പോൾ അന്ന് നമുക്കിതിനെ പ്രദക്ഷിണം വയ്ക്കാനായിട്ട് അവർ പലകയൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. എന്നാലും കടലിൽ വെള്ളം കയറി കഴിഞ്ഞാൽ പ്രദക്ഷിണം വയ്ക്കാൻ പറ്റില്ല. വെള്ളം ഇറങ്ങുന്ന സമയത്ത് മാത്രമേ പ്രദക്ഷിണം വയ്ക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ്. പിന്നെ ചില വേലിയിറക്ക സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ സുഖമായിട്ട് നമുക്ക് പ്രദക്ഷിണം വയ്ക്കാമെന്ന് മാത്രമല്ല, അവിടെ ഈ വെള്ളം അങ്ങ് താഴെ വരെ പോകും. മീനൊക്കെ ഇങ്ങനെ അവിടെ ഒഴുകി നടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അവരവിടെ പ്രത്യേകമായിട്ട് അതൊക്കെ പണിത് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന ഒന്നും ഇപ്പം ഇല്ല. ഇപ്പം നല്ല കോൺക്രീറ്റ് പില്ലറാണ് 9 ഗ്രഹങ്ങൾ. അതുപോലെ പൂജയ്ക്കും എല്ലാത്തിനും ഇപ്പം സൗകര്യമുണ്ട്. അന്ന് അങ്ങനൊന്നുമില്ല. അന്ന് നമുക്ക് എന്തെങ്കിലും പൂജ, ഞാനവിടെ ഒരു കടയിൽ ചോദിച്ചു, ഇവിടെ പൂജാരിമാരാരും ഇല്ലേ? പറഞ്ഞു, എന്താണ് സ്വാമിക്ക് എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ അവിടെ ഒരു വീട് പറഞ്ഞു തന്നു, അവിടെ പോയി പറഞ്ഞാൽ അവിടെ നിന്ന് ആരെങ്കിലും വന്ന് ചെയ്തു തരും എന്ന് പറഞ്ഞു. പിന്നെ എനിക്കൊന്നും ചെയ്യാനില്ല എന്നതുകൊണ്ട് സ്വാമിക്ക് അറിയാമോ ഏത് നവഗ്രഹങ്ങളിൽ ഏത് ഇത് പോയത് ഒടിഞ്ഞു പോയെന്ന് പറഞ്ഞു?
അല്ല, ഇപ്പം എല്ലാം പോയി. ഞാൻ കാണുമ്പോൾ ഒരെണ്ണം ഒടിഞ്ഞു പോയിട്ടുള്ളൂ. പക്ഷെ ഇപ്പം 9 ഇല്ല. പകരം അവർ 9 എണ്ണം കോൺക്രീറ്റിൽ ചെയ്തു വെച്ചിരിക്കുകയാണ്. ശ്രീരാമ പ്രതിഷ്ഠയല്ല. ശ്രീരാമചന്ദ്രൻ അവിടെ ഈ 9 ദിവസം പൂജ നടത്തി. 10ാം ദിവസമാണ് ലങ്കയിലേക്ക് പോയത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നവഗ്രഹ പൂജ കഴിഞ്ഞിട്ടാണ് ലങ്കയിലേക്ക് പോയത്. 1. 2, രാമേശ്വരത്തെ പ്രതിഷ്ഠ സീതാദേവിയാണ് ചെയ്തത്. അത് ലങ്കയിൽ നിന്ന് രാവണവധം കഴിഞ്ഞ് സീതാസമേതനായി തിരിച്ചു വന്ന ശ്രീരാമനോടൊപ്പമുള്ള സീതയാണ് അവിടെ ശിവലിംഗ പൂജ ചെയ്തത്. അതുപോലെ അവിടെ 27 കിണറുകളുണ്ട്. 27 കിണറുകളും ഓരോ നക്ഷത്രങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അറിയില്ല. അപ്പോ കുളിക്കും. അതെ, അതിലെ ഒരു കിണറ് കടലിന്റെ നടുക്ക. പക്ഷെ അതിൽ നല്ല വെള്ളം വരുന്നതെന്ന് മാത്രമല്ല, വേറെ പ്രത്യേകതയുണ്ട്. ഈ ഓരോ കിണറിലെയും വെള്ളത്തിന് പ്രത്യേകം രുചിയാണ്. ഒരു വെള്ളം അല്ല. 27 വെള്ളത്തിനും 27 ടേസ്റ്റ് ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അത് അവിടെ അവസാനിപ്പിക്കാം. ഇനി എനിക്ക് പറയാനുള്ളത് ശാരദാദേവിയെ പറ്റി. ഈ ശാരദാദേവിയെ ബംഗാളിലൊക്കെ പറയുന്നത് സാധാരണക്കാരുടെ അമ്മയെന്നാണ് പറയുക. അതെന്താണ് അങ്ങനെ? വേറെ എത്രയോ അമ്മമാരുണ്ട്, അവരൊക്കെ സാധാരണക്കാരുടേതല്ലേ? പണക്കാരുടെ അമ്മയാണോ? പക്ഷെ ശാരദാദേവി അറിയപ്പെടുന്നത് അങ്ങനെയാണ്, സാധാരണക്കാരുടെ അമ്മ. എന്താ കാര്യം എന്നാലേ, അതിന് അമ്മയുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. അമ്മയെ പണം കൊണ്ട് പ്രലോഭിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. ഒരിക്കലും ഒരു മാർവാരി കുറച്ച് പൈസയൊക്കെ ആയിട്ട് പോയി. കുറച്ച് പൈസയല്ല, 10,000 രൂപയായിട്ടാണ് പോയത്. ഇന്നത്തെ 10,000 രൂപയല്ല, 1880 അതായത് 1885 മുൻപുള്ള കാലം. അപ്പൊ അന്ന് 10,000 രൂപയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരു പക്ഷേ 10 കോടിയിൽ കൂടുതലെങ്കിലും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ അന്ന് അമ്മയെ സമീപിച്ചു പൈസയും കൊണ്ട്. അമ്മ പറഞ്ഞു അത് അവിടെ ശ്രീരാമശിവന്റെ അടുത്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇല്ല, അവിടെ കൊടുത്തു, വാങ്ങിയില്ല. അതിവിടെ കൊടുക്കാൻ പറഞ്ഞു. അവിടെ വാങ്ങിയില്ലേ? ഇല്ല, എന്നാൽ ഞാൻ വാങ്ങില്ല. അവിടെ വാങ്ങിയില്ലെങ്കിൽ അതിവിടെ തരാനാ പറഞ്ഞ് അവിടെ വാങ്ങിയില്ലെങ്കിൽ ഞാനിവിടെ വാങ്ങില്ല. നമ്മളങ്ങനെയാണോ? അല്ല, നമ്മൾ അത് അവിടെ കൊടുത്തപ്പോൾ ഇവിടെ തരാനാ പറഞ്ഞ്, എന്നാൽ ശരി, എന്നാ ഇരിക്കട്ടെ എന്ന് വിചാരിക്കും അല്ലേ? പക്ഷെ അങ്ങനെയല്ല അമ്മ ചെയ്തത്. ഇനി ഈ സാധാരണക്കാരുടെ അമ്മ എന്ന് പറയാൻ വേറൊരു കാരണം, അമ്മ ഒരിക്കലും ഒരു നിബന്ധനയും ഒരു കാര്യത്തിലും വെച്ചിരുന്നില്ല. ജപധ്യാനം ചെയ്യുന്നതിൽ പോലും ഒരു നിബന്ധനയും അമ്മ വെച്ചിരുന്നില്ല. ഇപ്പം ശ്രീരാമകൃഷ്ണദേവൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വരുന്നവരെയൊക്കെ അളന്ന് മുറിച്ച് അവരുടെ സ്വഭാവവും എല്ലാം അറിഞ്ഞതിന് ശേഷമേ അവരെ സ്വീകരിക്കുള്ളൂ. അതാണ് ശ്രീരാമകൃഷ്ണദേവൻ്റെ ഒരു പ്രത്യേകത. ഒരാൾ പോയി കഴിഞ്ഞാൽ, ഒരു ഭക്തനായിട്ട് പോയാൽ പോലും ആദ്യം അയാളിന് ഈ ആധ്യാത്മികമായ ഈശ്വരപരമായ കാര്യങ്ങളിൽ താല്പര്യമുണ്ടോ എന്ന് പരീക്ഷിക്കും. എങ്ങനെ പരീക്ഷിക്കാന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചിങ്ങനെ ആട്ടി നോക്കും. അതായത് ഭാരം കൂടുതലുണ്ടെങ്കിൽ ഇയാൾക്ക് ഈശ്വരനോട് താല്പര്യമില്ല എന്നാലോചിക്കണം. കൈ പിടിച്ച് നോക്കിയാൽ കൈ ഇങ്ങനെ മേലോട്ട് താഴോട്ട് ആടി കഴിയുമ്പോൾ കൈക്ക് ഭാരം തോന്നുകയാണെങ്കിൽ ഇവന് ആധ്യാത്മികതയിൽ താല്പര്യമില്ല. അങ്ങനെയുള്ളവരെ അങ്ങ് ഉപേക്ഷിക്കും. അതുപോലെ ഇനി ഭഗവാന് വേണ്ടിയിട്ട് എന്തെങ്കിലും കൊണ്ടു കൊടുത്താൽ അത് വാങ്ങി വയ്ക്കുകയല്ല. കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ വെച്ചേരെന്ന് പറയും. ആൾ പോയി കഴിയുമ്പോൾ പറയാം അതെടുത്ത് കിങ്ങയിലിട്ട് എറിയുന്നു. ഇല്ലെങ്കിലോ ഇനി അഥവാ അത് ആർക്കെങ്കിലും കഴിക്കാൻ കൊടുത്താൽ നരേന്ദ്രന്, വിവേകാനന്ദ സ്വാമിക്ക് കഴിക്കാൻ കൊടുക്കും, വേറെ ആരും കഴിക്കണ്ടെന്ന് പറയും. ഇത്ര നിഷ്കർഷയായിരുന്നു എല്ലാ കാര്യത്തിലും ശ്രീരാമകൃഷ്ണൻ. ഒരാൾ വന്നു കഴിഞ്ഞാൽ അവൻ്റെ നക്ഷത്രവും
പിന്നെ മുഖലക്ഷണം എല്ലാം കഴിഞ്ഞ് ആത്മീയമായി താല്പര്യം ഉണ്ടോയെന്ന് പരീക്ഷിച്ച് മാത്രമേ അവരെ സ്വീകരിച്ചിരുന്നുള്ളൂ. അമ്മ നേരെ തിരിച്ച, ജസ്റ്റ് ഓപ്പോസിറ്റ്. വിഷ്ണുപൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറാൻ നിൽക്കുക കൽക്കട്ടയ്ക്ക് വരാൻ. അപ്പോൾ അവിടെ ഒരു പോർട്ടർ ചുവടെടുക്കുന്ന ആൾ വന്നിട്ട് ചോദിച്ചു, അമ്മേ എനിക്ക് അമ്മ മന്ത്രോപദേശം തരുമോ? പിന്നെന്താ. അപ്പോൾ തന്നെ ഒരു തുണിയെടുത്ത്, അപ്പോൾ കൂടെ വേറെ 2-3 പേരുണ്ട്, ഒരു പ്ലാവിൻ്റെ ചുവട്ടിൽ, അതാണ് തമാശ, ഒരു പ്ലാവിൻ്റെ ചുവട്ടിൽ ഈ തുണി ഇങ്ങനെ എടുത്ത് മറച്ച്, എന്നിട്ട് അവിടെ ഇരുത്തി കാതിൽ മന്ത്രം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പോകുന്ന വഴിക്ക് കഴിക്കാൻ വെച്ചിരുന്ന ഏതോ ഒരു പഴം ഉണ്ടായിരുന്നു, അതെടുത്ത് ആളുടെ കൊടുത്തിട്ട് പറഞ്ഞു, നീ എനിക്ക് ദക്ഷിണയായിട്ട് ഇങ്ങോട്ട് താന്നു. നോക്കണം, ഏത് മന്ത്രം സ്വീകരിക്കുമ്പം ഗുരുദക്ഷിണ കൊടുക്കണ്ടേ? ആ ഗുരുദക്ഷിണയ്ക്കുള്ള ഇത്. അപ്പം അമ്മ നോക്കിയപ്പോൾ അമ്മയുടെ സഞ്ചിയിലുള്ള ഒരു പഴമാണ്, അതെടുത്ത് പോട്ടടയിൽ കൊടുത്ത്. ഇന്നിപ്പം നമുക്ക് രാമകൃഷ്ണ മിഷനിൽ മന്ത്രദീക്ഷ എടുക്കണമെങ്കിൽ ഒരു വലിയ ലിസ്റ്റ് തരും, ഇന്ന സാധനങ്ങളൊക്കെ വേണം, ദക്ഷിണയ്ക്ക് ഉള്ള പൈസ ഈ കവറിലിട്ട് വയ്ക്കണം, അത് 3 ദക്ഷിണ വേണം, ഗുരുവിന് വേണം, ബലുമഠത്തിലേക്ക് വേണം, ആശ്രമത്തിലേക്ക് വേണം, പിന്നെ പഴങ്ങൾ 3 തരം പഴങ്ങൾ വേണം, തുണി, പിന്നെ ദക്ഷിണയായിട്ട് മുണ്ട് വേണം, ഇതെല്ലാം ഉണ്ട്. അമ്മ ചെയ്തത് മന്ത്രോപദേശം വേണമെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഒരു തുണി എടുത്ത് മറിച്ച് അവിടെ ഇരിക്കാൻ പറഞ്ഞ് കാതിൽ മന്ത്രം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അമ്മ തന്നെ സ്വന്തം സഞ്ചിന്ന് പഴം എടുത്ത് കൊടുത്തിട്ട് പറയാണ്, ഇത് നീ എനിക്ക് ദക്ഷിണയായിട്ട് താന്ന്. അമ്മ അങ്ങോട്ട് എടുത്തോട്ട് പറയാം, ദക്ഷിണയായിട്ട് ഇങ്ങോട്ട് താന്ന്. ഇതാണ് ശാരദാദേവി. ഇതിവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഒരിക്കലേ അമ്മയെ കാണാനായിട്ട് കുറേ ദൂരത്ത് നിന്നൊരു ശിഷ്യൻ വന്നു. ശിഷ്യൻ വന്നിട്ട് അമ്മയുടെ അടുത്ത്, റെഡിയായി കഴിഞ്ഞാൽ പറയണം, ഞാൻ നിർത്തിക്കോളാം. അപ്പോൾ അവിടെ വന്ന് അമ്മ അത് കഴിച്ച ഉടനെ അമ്മ വിളിച്ച് കാപ്പി കൊടുത്തു. കഴിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ ആഹാരം കഴിച്ചു കഴിഞ്ഞ് പോയി കയ്യൊക്കെ കഴുകിയിട്ട് വന്നിട്ട്, അപ്പോൾ അവിടെ കാപ്പി എന്ന് പറയുന്നത് നമുക്കറിയാം, പൊരിയാണ് കൊടുക്കുന്നത്. അവരുടെ പ്രധാന ബ്രേക്ക്ഫാസ്റ്റ്, ബംഗാളികളുടെ പ്രധാന ബ്രേക്ക്ഫാസ്റ്റ് പൊരിയാണ്. അത് പൊരിയുടെ കൂടെ ഒരു പച്ചവളം കിട്ടിയാലും മതി അവർക്ക്. അതോ കഴിച്ചു കഴിഞ്ഞിട്ട് ഈ ശിഷ്യൻ പോയി കൈയും കാലുമൊക്കെ കഴുകിയിട്ട് വന്നിട്ട് അമ്മ അവിടെ ഇരുന്നു കൊണ്ട് പച്ചക്കറി എന്തോ അരിയാണ്, അതിൻ്റെ ഇപ്പുറത്തൊരു പലക ഇട്ടിട്ട് അതിനകത്ത് ഇങ്ങനെ ഇരുന്ന് ധ്യാനിക്കാൻ തുടങ്ങി. അപ്പം അമ്മ ചോദിച്ച്, നീ എന്തുകൊണ്ടായി കാണിക്കുന്ന ഇവിടെ? അല്ല, ഞാൻ വലിയ ആഗ്രഹത്തോടെ വന്നതാ. എന്താണ്? ഇന്ന് മുഴുവൻ ഞാൻ അമ്മയുടെ മുമ്പിലിരുന്ന് അമ്മ ഉപദേശിച്ച മന്ത്രം ജപിച്ച് ഭഗവാനെ ധ്യാനിക്കണം, അതിന് വന്നതാ. അപ്പം അമ്മ ഉടനെ പറഞ്ഞു, അവിടെ അവരൊക്കെ എത്ര സന്തോഷമായിട്ട് കഥകളൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ടിരിക്കുന്നു, നീ അവരുടെ കൂടെ പോ, അവിടെ പോയിരുന്ന് നാട്ടുവർത്തമാനം പറ, അവിടെ പോയിരുന്ന് നാട്ടുവർത്തമാനം പറ. നിങ്ങളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജപം ഞാൻ ചെയ്യും, നിങ്ങൾ ചെയ്യണ്ട. ഇവിടെ വന്നാൽ സന്തോഷമായിട്ട് നന്നായിട്ട് ആഹാരം കഴിച്ച് സന്തോഷമായിട്ട് എല്ലാവരുമായിട്ടിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ഭഗവത് കഥകളൊക്കെ കേട്ടിട്ട് പോവുക. ജപവും ധ്യാനമൊക്കെ ഞാൻ ചെയ്യും. എല്ലാ ഗുരുക്കന്മാരും എന്താ പറയുക? ജപവും ധ്യാനവും ചെയ്യാനാണ്. അമ്മ പറയാ, അത് ഞാൻ ചെയ്തോളാം, അതെ, നിങ്ങൾക്കും കൂടെ വേണ്ടി ഞാൻ ചെയ്തോളാം. ഇങ്ങനൊരു സാധാരണക്കാരുടെ അമ്മയെ നമുക്ക് കിട്ടാൻ പാടല്ലേ? ഇത് മാത്രമല്ല, അമ്മ ശാസിക്കേണ്ടിടത്ത് നല്ല രീതിയിൽ ശാസിച്ചിട്ടുണ്ട്. ബലുമഠത്തിൽ അവിടെ അടുക്കളയിൽ നിന്ന് ആള് ഇത്തിരി പച്ചക്കറി മോട്ടിച്ചുകൊണ്ട് പോയി. ഒരു ദിവസമല്ല, മിക്ക ദിവസങ്ങളിലും മോട്ടിച്ചുകൊണ്ട് പോകും. ഒരു ദിവസം പിടിക്കപ്പെട്ടു. അപ്പോൾ പിടിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് വേഗാൻ സ്വാമിക്ക് ജീവനോടെ ഇരിക്കുന്ന സമയമാണ്. വേഗാൻ സ്വാമിയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ഇതുപോലെ പച്ചക്കറി മോഷിച്ച് കൊണ്ടുപോയി. ഇതൊരു തവണയല്ല, ഇതിന് മുമ്പ് ഇവ ചില 2-3 തവണ ഇതുപോലെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാമിക്ക് ദേഷ്യമായി. സ്വാമി പറഞ്ഞു, അവൻ ഇപ്പം തന്നെ മഠത്തിന് പുറത്ത് കളഞ്ഞായിരുന്നു, ഇനി മേലാ നീ ഇതിനകത്ത് കാലുകുത്തിയേക്കരുത്, പോളിയില്ലെന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനാ? തിരുവായ്ക്ക് എതിർവായില്ല. 10 മിനിറ്റ് തിരുവായ്ക്ക് എതിർവായില്ല. വേഗം സ്വാമി പറഞ്ഞു കഴിഞ്ഞാൽ ആള് പുറത്തായി. പക്ഷെ ആളെന്താ ചെയ്തതെന്നറിയാമോ? കൽക്കട്ടയിൽ നേരെ ഉദ്ബോധനിലേക്ക് പോയി. അവിടെയാണ് അന്ന് അമ്മ താമസം. ഉദ്ബോധനി ചെന്നു.
അവിടെ ചെന്നിട്ട് അമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ വീട്ടിൽ ദാരിദ്ര്യമൊക്കെയാണ്, വലിയ ബുദ്ധിമുട്ട് ആഹാരത്തിന്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് മടത്തിന്ന് പോകുമ്പോൾ ഒരിത്തിരി പച്ചക്കറി കൊണ്ടുപോകും പിള്ളേർക്ക് എന്തെങ്കിലും വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് ഇന്ന് സ്വാമിജി പിടിച്ചു, എന്നെ മടത്തിന്ന് പുറത്താക്കി, എനിക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞു. അപ്പം അമ്മ ചോദിക്കാം, നീ ആഹാരം കഴിച്ചോന്ന്, നോട്ടിക്കൊണ്ട് വന്നവരോട് ആഹാരം കഴിച്ചോന്ന്. എന്നിട്ട് ആഹാരമൊക്കെ കൊടുത്തു. നീ ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. അവിടെ നിന്നു. വൈകുന്നേരം അവിടെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ആഹാരമൊക്കെ കഴിച്ച് എല്ലാവരുമായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു. ഇപ്പോൾ ഒരു 4 മണിയായപ്പം ബെലുമഠത്തിൽ നിന്ന് പ്രേമാനന്ദ സ്വാമി അമ്മയെ കാണാനായിട്ട് ഉദ്ബോധന ചെല്ലുകയാണ്. അപ്പം അമ്മയെ കാണാനായിട്ടല്ല, വേറെന്താ ആവശ്യത്തിനായിട്ട് അവിടെ ചെന്നപ്പോൾ ഉദ്ബോധനയിൽ ചെന്നപ്പോൾ ആരോ പറഞ്ഞു അമ്മയോട്, പ്രേമാനന്ദ സ്വാമി വന്നിട്ടുണ്ട്, വിളിക്കാൻ പറഞ്ഞു. വിളിച്ചു കഴിഞ്ഞിട്ട് അമ്മ ചോദിക്കുകയാണ്, നരേൻ എന്ത് പറ്റി എന്ന് ആദ്യം ചോദിക്കുകയാണ്. എന്നിട്ട് പറയാ, ഇവരൊക്കെ ഗൃഹസ്ഥന്മാരല്ലേ, കഷ്ടപ്പാടുള്ളവരാ, ബുദ്ധിമുട്ടുള്ളവരാ, അവർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നൊക്കെ വരും. അതിന് സന്യാസിമാരായ നിങ്ങൾ ഉടനെ മടത്തിന്ന് പുറത്തേക്ക് പറഞ്ഞു വിടുക ചെയ്യാം. സന്യാസിമാരായ എന്താ, മനുഷ്യനാവാൻ പാടില്ലേ? ഒരിത്തിരി സ്നേഹവും ഒക്കെ എല്ലാവരോടും കാണിക്കരുതോ? ഒരു നിസാര കാര്യത്തിന് ഉടനെ മടത്തിന്ന് പുറത്താക്കുക, ഇതാണോ നേരം ചെയ്യേണ്ടുന്നത്? അവർ ഗൃഹസ്ഥന്മാരാണ്, ജീവിതത്തിലെ കഷ്ടപ്പെടുന്നവരാണ്. നിങ്ങളെപ്പോലെ സർവസംഘ പരിത്യാഗമൊന്നുമല്ല. കുറച്ച് മനുഷ്യത്വമൊക്കെ ആവാൻ സന്യാസി ആയാലും. ആരെ പറ്റി പറയുന്നത്? വിവേകാനന്ദ സ്വാമിയെ പറ്റി. എന്നാലോചിക്കണം, വിവേകാനന്ദ സ്വാമി എന്ന് പേര് പറഞ്ഞാൽ ലോകം മുഴുവൻ എഴുന്നേറ്റ് നിന്ന് തൊഴും. അത്ര വലിയ അന്നേ പ്രശസ്തനായിരിക്കുന്നു വിവേകാനന്ദ സ്വാമി. ആ വിവേകാനന്ദ സ്വാമിയോടാ പറയുന്നത് തിരുമനുഷ്യത്വമൊക്കെ ആവാമെന്ന്. എന്നിട്ട് പറഞ്ഞു, അവരൊക്കെ മഠത്തിൽ കഷ്ടപ്പെടുന്നവരല്ലേ. കുറേ വഴക്ക് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ്, നീ അവനെ വിളിച്ചോണ്ട് പോകോളാൻ പറഞ്ഞു. പ്രേമാനന്ദ സ്വാമിക്ക് പേടിയായി. എന്താ കാര്യം? വിവേകാനന്ദ സ്വാമിയാണ് പുറത്ത് പോകോളാൻ പറയുന്നത്. ഇവിടെ അമ്മ പറയുക വിളിച്ചോണ്ട് പോകോളാൻ. ബേലൂമഠത്തിലോട്ട് ചെന്നാലുള്ള അവസ്ഥ എന്താണെന്ന് അറിയാം. എന്തായാലും വിളിച്ചോണ്ട് പോകാൻ നിവർത്തിയില്ല. അമ്മ പറഞ്ഞല്ലേ, ഒന്നും ചെയ്യാൻ നിവർത്തിയില്ലല്ലോ. കൊണ്ടുപോയി. അവിടെ ചെന്നു. ഇപ്പം ബേലൂമഠത്തിൽ ചെന്നാൽ ബേലൂമഠത്തിൻ്റെ പുറകോശത്തെ ഗേറ്റാണ് അന്നത്തെ മെയിൻ ഗേറ്റ്. അപ്പോൾ അതുവഴി അകത്തേക്ക് കയറുമ്പോൾ വിവേകാനന്ദ സ്വാമിക്ക് സ്വാമിയുടെ മുറിയുടെ മുമ്പിലുള്ള വരാന്തയിൽ നിന്നുകൊണ്ട് കാണാം ആ ഗേറ്റ്. അപ്പോൾ ഉണ്ട് പ്രേമാനന്ദ സ്വാമിയും പുറമെ ഈ അടുക്കളക്കാരനുമായിട്ട് ചെല്ലുവാണ്. അപ്പോൾ വിവേകാനന്ദ സ്വാമിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. സ്വാമി വരാന്തയിൽ നടന്നുകൊണ്ടിരുന്ന ആളാണ്. പെട്ടെന്ന് പറയാം, ആ ഹരി അല്ലെങ്കിൽ അവരുടെ സ്വഭാവം ഇതാ, കണ്ട കള്ളനെ ദുഷ്ടനെ എല്ലാം പിടിച്ചു കൊണ്ടുവരും, ഇന്നിങ്ങി വരട്ടെ, ഇന്ന് 2 പേരും മഠത്തിന് പുറത്താ, 2 ഞാൻ ഇതിനകത്ത് കയറ്റിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുറിക്കകത്ത് പോയി കതവും കടച്ചു. അത് കഴിഞ്ഞ് ഇവർ 2 പേരും കൂടെ വന്നു. നേരെ മേളിൽ കയറി ചെന്നു വിവേകാനന്ദ സ്വാമിയുടെ മുറിയുടെ അവിടെ. അപ്പോൾ ആദ്യം ചെല്ലുന്ന ഹരിമഹാരാജ് പ്രേമാനന്ദ സ്വാമി, പുറകെ അടുക്കളക്കാരൻ. അപ്പോൾ ഇയാൾ പുറകെ പോയി വിവേകാനന്ദ സ്വാമി കാണാൻ പറ്റാത്ത രീതിയിൽ മാറി നിൽക്കുകയാണ്. പ്രേമാനന്ദ സ്വാമി കതകിന് മുട്ടി. കതക് തുറന്നു. കതക് തുറന്നതും പ്രേമാനന്ദ സ്വാമി ആദ്യമേ തന്നെ പേടിച്ചിട്ടാ നിൽക്കുന്നേ. അപ്പം കതക് തുറന്നതും അമ്മ പറഞ്ഞു, ഇവരെ പടത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ. ഇത്രേ പറഞ്ഞോളൂ. ആദ്യമേ തന്നെ പറഞ്ഞു, അമ്മ പറഞ്ഞു. അപ്പം പിന്നെ കുറച്ചൊന്ന് തണുക്കുന്നായി. അമ്മ പറഞ്ഞു ഇവനെ മഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ. ആ തുറന്ന് അതേ സ്പീഡിൽ കതകം കടഞ്ഞു. ഒന്നും മിണ്ടിയില്ല. കതകം കടഞ്ഞു. അതോടെ തീർന്നു. ഈ പുള്ളി അടുക്കളയിലേക്ക് പോയി. രാത്രിയിൽ അത്താഴം വിളമ്പുമ്പോൾ അതേ അടുക്കളക്കാരനോടാണ് വിവേകാനന്ദ സ്വാമി തമാശ പറയുന്നത്. അതല്ലാതെ അവരങ്ങനെ ചെയ്തു എന്ന ഒരു തോന്നൽ പോലും സ്വാമി മനസ്സിൽ വെച്ചിരുന്നില്ല. അത്ര ശക്തമായിരുന്നു അമ്മയുടെ വാക്കുകൾ. ഒരുപാട് കഥകൾ പറയാനുണ്ടാവും, ഒരുപാട് കഥകൾ. അമ്മയുടെ ഇതുപോലെയുള്ള സംഭവങ്ങൾ, നിസ്സാരമായ കാര്യങ്ങൾ, നിസ്സാരമായ വാക്കുകളിൽ അമ്മ വലിയ സംഭവങ്ങൾ ഒക്കെ തന്നെ പരിഹരിച്ചു വിട്ടിട്ടുണ്ട്. ഒരിക്കലും ഒരു ബ്രഹ്മചാരി എന്തോ ഒരു തെറ്റ് ചെയ്തു ബേലൂമഠത്തിൽ. അപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞ് പേടിപ്പിച്ചു. അന്ന് ശിവാനന്ദ സ്വാമിയാണ് രാമകൃഷ്ണ മിഷന്റെ പ്രസിഡന്റ്. മഹാപുരുഷ്
സ്വാമി ശിവാനന്ദ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അപ്പോൾ ശിവാനന്ദ സ്വാമി അടുത്ത് സ്വാമി അറിഞ്ഞാൽ നിന്നെ മഠത്തിൽ നിന്ന് പുറത്താക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രഹ്മചാരിക്ക് ഭയങ്കര പേടിയായി. ഇയാൾ വൈകുന്നേരം ആയപ്പോഴേക്കും അതിൻ്റെ സമാധാനം പോയി. രാത്രിയിൽ ഉറക്കമില്ല. അടുത്ത ദിവസം രാവിലെ ആരോടും പറയാതെ കൊച്ചുവെളുപ്പങ്കാലായപ്പോൾ എഴുന്നേറ്റ് സ്ഥലം വിട്ടു. നേരം വെളുത്ത് നോക്കിയപ്പോൾ കൊച്ചുഗോപാലൻ എന്ന് പറയുന്ന ബ്രഹ്മചാരി അവിടെ കാണാനില്ല. എല്ലാവരും അന്വേഷിക്കുക, കണ്ടില്ല. പക്ഷെ കൊച്ചുഗോപാലൻ നേരെ പോയത് ജയറാമ്പാട്ടിക്കാണ്. ഏതാണ്ട് 85 കിലോമീറ്റർ ദൂരം ഒറ്റ ദിവസം കൊണ്ട് നടന്ന് അവിടെ എത്തി. അവിടെ എത്തിച്ചെന്ന് അമ്മയുടെ അപ്പം ഇത്രയും ദൂരം നടന്ന് ചെല്ലുന്ന ഒരാളിൻ്റെ അവസ്ഥ നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. പോയി അമ്മയുടെ കാലിൽ സാഷ്ടാംഗം അങ്ങ് വീണു. അമ്മ എഴുന്നേറ്റ്, നീ ആദ്യം ഒന്ന് കുളിക്കേ, വെള്ളമൊക്കെ കുടിക്കേ എന്ന് പറഞ്ഞു. ആഹാരമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ചോദിച്ചേ, നീ എന്തിനാ ഇങ്ങനെ ഓടി വന്നത്? അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഞാൻ ഒരു തെറ്റ് ചെയ്തു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ശിവാനന്ദ സ്വാമി എന്നെ മഠത്തിൽ നിന്ന് പുറത്താക്കുന്നു. അങ്ങനെ പേടിച്ച് ഞാൻ അമ്മയുടെ അടുത്ത് വന്നതാന്ന് പറഞ്ഞു. ആ ശരി, തീർന്നു. പിന്നെ അവിടെ ഒന്നുമില്ല. 2-3 ദിവസം അവിടെ താമസിച്ചു. 2-3 ദിവസം കഴിച്ചപ്പം അമ്മ അന്ന് അവിടെ ഉണ്ടായിരുന്ന വേറൊരു ബ്രഹ്മചാരിയുണ്ട്, രാമയ്യ എന്ന് പറയും. പിൽക്കാലത്ത് ഗൗരി ഈശ്വരാനന്ദ സ്വാമി എന്ന് പേര് കേട്ട ഒരു സ്വാമിയുണ്ട്. അദ്ദേഹത്തിന് റോസ് സ്വാമി എന്ന് നോക്കുക. ഈ സ്വാമിജി അന്ന് ബ്രഹ്മചാരിയാണ്. വിളിച്ചിട്ട് പറഞ്ഞു, രാമയ്യ ഒരു കത്തെഴുത് എന്ന് പറഞ്ഞു. അതിലെഴുതാണ്, പ്രിയ താരക് മഹാരാജ് എന്നാണ് ശിവാനന്ദ സ്വാമിയെ പൂർവാശ്രമത്തിൽ വിളിച്ചിരുന്നത്. അപ്പോൾ പ്രിയ താരക്, കൊച്ചുഗോപാലൻ ഒരു ദിവസം കൊണ്ട് ഓടി ഇവിടെ എത്തി. എന്ത് കഷ്ടമായത്! ഭഗവാന്റെ പേര് പറഞ്ഞു വന്നവരല്ലേ ഈ കുട്ടികൾ. അവർക്കൊക്കെ നിങ്ങളെ കണ്ട പേടിയാവുകയാണോ വേണ്ടത്? സ്നേഹമല്ലേ തോന്നേണ്ടത്? ആലോചിക്കുക, സ്നേഹമല്ലേ തോന്നേണ്ടത്? നിങ്ങളെ ഭയക്കുകയാണോ വേണ്ടത്? എന്താ ഇങ്ങനെയൊക്കെ? ഇവർക്ക് കുറച്ച് സ്നേഹവും കുറച്ച് കെയറും സംരക്ഷണവും ഒക്കെയാണ് ആവശ്യം. അതൊക്കെയല്ലേ കൊടുക്കേണ്ടത്. അല്ലാതെ നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ ഭയന്ന് ഓടുകയാണോ വേണ്ടേ? ഞാൻ അവനോട് തിരിച്ചു വരാൻ പറഞ്ഞു. അത്രയേ ഉള്ളൂ കത്തിൽ, വേറൊന്നുമില്ല. കത്തുമായിട്ട് കൊച്ചുഗോപാലൻ തിരിച്ചു ജയറാമ്പാട്ടിയിൽ കൽക്കട്ടയിലെത്തി. ചെന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പം ഈ എന്താ പറയുക, പറചെട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് എന്ന് പറഞ്ഞതുമാതിരി ബാക്കിയുള്ളവരെ കൂടെ പറഞ്ഞ് വീണ്ടും പീഡിപ്പിച്ചു. നീ പറയാതെ പോയത് കാരണം സ്വാമി ഭയങ്കര ദേഷ്യത്തില്ല, അങ്ങോട്ട് ചെല്ലി ഇപ്പം കിട്ടുമെന്ന് പറഞ്ഞു. അതോടുകൂടി വീണ്ടും പേടിയായി. എന്തായാലും അപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ അമ്മ ഒരു കത്ത് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിപ്പോൾ എന്തായാലും കൊണ്ട് കൊടുക്കണം, വേറെ വഴിയില്ലല്ലോ. അമ്മ എന്ന കത്തല്ലേ. അങ്ങനെ കത്തുമായിട്ട് പോയി. ഇപ്പോൾ ശിവാനന്ദ സ്വാമി വലിയ ആകാംക്ഷയോടെ ഒരു ചാരികസേരയിൽ ഇരിക്കുകയാണ്. ചെന്ന് ആദ്യമേ തന്നെ നമസ്കരിച്ച് എഴുന്നേറ്റ് കത്ത് കൊടുത്തു. ഈ കത്ത് വാങ്ങിക്കൊണ്ട് ശിവാനന്ദ സ്വാമി പറയുക, നീ സുപ്രീം കോടതിയിൽ എനിക്കെതിരെ കേസ് ഫയൽ ചെയ്തു ഇല്ലേന്ന്. നീ സുപ്രീം കോടതിയിൽ എനിക്കെതിരെ കേസ് ഫയൽ ചെയ്തു. ആ കത്ത് എന്താണെന്ന് തുറന്നു നോക്കിയില്ല, എന്താ വിഷയമെന്ന് സംസാരിച്ചില്ല, തെറ്റ് ചെയ്ത് എന്താണെന്ന് അന്വേഷിച്ചില്ല, ഒന്നുമില്ല. ഒറ്റ ചോദ്യം, നീ എനിക്കെതിരെ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. അതായിരുന്നു ശാരദാദേവി. വളരെ ലളിതമായ ജീവിതം. ഒരിക്കലും അമ്മ എനിക്ക് ഉച്ചയ്ക്ക് വിശ്രമിക്കണം എന്നമ്മ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞങ്ങളൊക്കെ ആണെങ്കിൽ ഉച്ചയ്ക്ക് ഇത്തിരി നേരം കിടക്കണം, ഫോൺ വന്നാൽ ഞാൻ സൈലൻറ്റിൽ വെച്ചേക്കും. പക്ഷെ അമ്മ അങ്ങനെ ആയിരുന്നില്ല. ഭക്തർക്ക് വേണ്ടി ജീവിച്ച അമ്മ എന്തെല്ലാം കാര്യങ്ങൾ വളരെ ലളിതമായി ആരും അറിയാതെയാണ് ജീവിച്ചത്. ദക്ഷിണേശ്വരത്ത് അമ്മ താമസിച്ചിരുന്ന മുറി ഇന്ന് കണ്ടാൽ പോലും നമുക്ക് അതിശയം തോന്നും. ഒന്ന് കാല് നിവർന്ന് കിടക്കാൻ പറ്റാത്ത ഒരു മുറി. ആ മുറിക്കകത്ത് അമ്മയും വേറെ 3-4 സ്ത്രീകളും കൂടെ അതിൽ ഉറങ്ങിയിരുന്നു വർഷങ്ങളോളം. 1-2 ദിവസമല്ല, വർഷങ്ങളോളം. ഒരു പരാതിയും പരിഭവവും ഇല്ല അമ്മയ്ക്ക്. അതുപോലെ ശ്രീരാമകൃഷ്ണദേവൻ ഞാൻ പറഞ്ഞല്ലോ വളരെ നിഷ്ഠയുള്ള ആളാണ്. തൻ്റെ ശിഷ്യന്മാർക്കെല്ലാം
രാത്രിയിൽ ആഹാരം കഴിക്കുന്നതിന് കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. ഒരാളിന് 2 ചപ്പാത്തി, ഇന്നൊരാളിന് 3 ചപ്പാത്തി. വിവേകാനന്ദ സ്വാമി ഒഴികെ എല്ലാവർക്കും കണക്ക് വെച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ കഴിക്കരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അവരൊക്കെ എല്ലാവരും ചെറുപ്പക്കാർ പിള്ളേരല്ലേ, 20, 22, 23, 18, 17 വയസ്സൊക്കെ ഉള്ള പിള്ളേരാണ്. അന്നൊക്കെ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ആഹാരം കഴിക്കുന്ന സമയം. അപ്പോൾ അമ്മ എന്ത് ചെയ്യും? ഈ നഹബത്ത്, അമ്മ താമസിക്കുന്ന മുറിയുടെ പേര് നഹബത്ത് എന്നാണ്. അതിൻ്റെ 4 വശം വരാന്തയുണ്ട്. ഈ വരാന്തയിൽ ഇരുന്നിട്ടാണ് ഇവർ ആഹാരം കഴിക്കുന്നത്. ഒരു ദിവസം രാത്രി ഇവരിത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രീരാമകൃഷ്ണൻ മുറിയിൽ നിന്ന് എഴുന്നേറ്റ് പോയി നോക്കി കഴിഞ്ഞപ്പോഴേ 3 ചപ്പാത്തി കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ ആളിൻ്റെ മുമ്പിൽ ഒരു 10 എണ്ണം ഇരിപ്പുണ്ട്. അതുപോലെ എല്ലാവരുടെ മുമ്പിലും അവരോട് എത്ര കഴിക്കാൻ പറഞ്ഞു അതിൻ്റെ 3 ഇരട്ടി 4 ഇരട്ടി ചപ്പാത്തി ഇരിപ്പുണ്ട്, ഉരുളക്കിഴങ്ങ് കറി ഇരിപ്പുണ്ട്. ഭഗവാന് ഭയങ്കരമായിട്ട് ശ്രീരാമകൃഷ്ണന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അപ്പോൾ ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു, ഇതെന്താ ഇത്, നിങ്ങൾ ഇങ്ങനെയൊക്കെ കഴിച്ച് നിങ്ങളുടെ ജീവിതം തന്നെ നശിപ്പിക്കില്ലേ? നിങ്ങളൊക്കെ സാധന ചെയ്യുന്നവരല്ലേ, വെളുപ്പിലെഴുന്നേറ്റ് സാധന ചെയ്യാനുള്ളതല്ലേ. ഇങ്ങനെ അമിതമായിട്ട് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ വയറ് ചീത്തയാവും, മനസ്സ് ഡിസ്റ്റർബ് ആവും, ആവശ്യമില്ലാത്ത ചിന്തകൾ മനസ്സിൽ വരും. എന്താ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ഉറക്കം വെച്ചെടുക്കാൻ തുടങ്ങി. അപ്പം അമ്മ അകത്തിരുന്നു കൊണ്ട്, അത് സാരമില്ല ഞാൻ നോക്കിക്കോളാം, അത് സാരമില്ല ഞാൻ നോക്കിക്കോളാവുന്ന അമ്മ. ശ്രീരാമകൃഷ്ണദേവൻ ഖമാന്നൊരക്ഷരം പിന്നെ വേണ്ടിയില്ല, നേരെ അകത്തേക്ക് പോയി. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ശിഷ്യന്മാരായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ പറയാണ്, അവിടുന്ന് നോക്കിക്കോളാവെന്ന് പറഞ്ഞാൽ പിന്നെ ഞാനെന്ത് ചെയ്യാനാ? അവിടുന്ന് നോക്കിക്കോളാമെന്ന് പറഞ്ഞാൽ ശാരദാദേവിയെ പറ്റിയാണ് പറയുന്നത്. അവിടുന്ന് ഭഗവാൻ അറിയാം, അത് ദേവി തന്നെ അവതാരം എടുത്ത് വന്നതാണെന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ടാണ് ഹൃദയറാം പോയി അമ്മയുടെ അടുത്ത് മിസ്ബിഹേവ് ചെയ്ത് കഴിഞ്ഞിട്ട് വഴക്ക് പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ഹൃദയനോട് പറഞ്ഞത്, നിന്റെ ജീവിതത്തോടെ നീ സാക്ഷാത് ജഗദീശ്വരിയെയാണ് പോയി വഴക്ക് പറയാൻ പോയത്. അന്നേ പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ ശ്രീരാമകൃഷ്ണൻ പറയാണ്, അവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് പറയാനാ, എനിക്കൊന്നും ചെയ്യാനില്ല. ഇതുപോലെ പറഞ്ഞാൽ തീരാത്ത അനുഭവങ്ങൾ. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിരുന്ന ആ അമ്മയോട് ബംഗാളികൾക്കുള്ള സ്നേഹം എന്താണെന്നറിയാം. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അറിയുന്നത്. വിഷ്ണുപൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ഒരു പോർട്ടർക്ക് മന്ത്രദീക്ഷ കൊടുത്ത കഥ ഞാൻ ആദ്യം പറഞ്ഞില്ലേ. ആ ദിവസം ഇന്നും ആ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന്, റെയിൽവേയും കൂടെ ചേർന്നിട്ട് വിഷ്ണുപൂരിൽ അതുവഴി പോകുന്ന എല്ലാ ട്രെയിനും, അവിടെ നിർത്താത്ത ട്രെയിനും അന്നത്തെ ദിവസം അവിടെ നിർത്തും. അതിൽ വരുന്ന മുഴുവൻ യാത്രക്കാർക്ക് രാവിലെ മുതൽ സൂര്യൻ ഉദിക്കുമ്പോൾ മുതൽ അസ്തമിക്കുന്നത് വരെ എല്ലാ ട്രെയിനും നിർത്തിയിട്ട് എല്ലാവർക്കും കിച്ചടി ഉണ്ടാക്കി കൊടുക്കും അവർ. അത് ഒരാളിന് കഴിക്കാനുള്ള അത്രയാണ് കൊടുക്കുന്നത്, അല്ലാതെ വെറുതെ പ്രസാദം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അമ്പലത്തിൽ കിട്ടുന്ന പോലെ ശകലാവലും മലരും അല്ല. ഒരാളിന് കഴിക്കാനുള്ള ആ വരുന്ന യാത്രക്കാർക്ക് മുഴുവൻ. ഓരോ ട്രെയിനിലും 1500 പേരുണ്ട്. അവിടെ വിഷ്ണുപൂരിൽ നിർത്തുന്ന ട്രെയിൻ വളരെ ചുരുക്കമാണ്, നിർത്താതെ പോകുന്ന ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഒരു ദിവസം എനിക്ക് ഏണ്ടൊരു അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ടൊരു 10, 40, 50 ട്രെയിൻ പോകുന്നുണ്ട്. ഇതൊരു തലേ ദിവസം രാത്രി മുതൽ ഈ കിച്ചടി ഉണ്ടാക്കൽ തുടങ്ങും അവർ. എന്നിട്ട് രാവിലെ മുതൽ ഈ ഉണങ്ങിയ ഇലയിൽ അവരൊരു ദൊണ്ണയെന്ന് പറയുന്ന സാധനം ഉണ്ടാക്കും. അതിൽ നിറച്ച് ഈ കിച്ചടി ഉണ്ടാക്കും, മുഴുവൻ പേർക്കും കൊടുക്കും. ഇത് റെയിൽവേയും കൂടെ സഹകരിച്ചിട്ടാണ് ചെയ്യുന്നത്. അതും ആലോചിക്കും. നമുക്ക് കേരളത്തിൽ സ്വപ്നത്തിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയണ്ട, അല്ലേ? ചിന്തിക്കേ വേണ്ട. നമ്മളും ചെയ്യില്ല. ഇനി അഥവാ നമ്മൾ ചെയ്യാൻ പോയ സർക്കാർ പറയാതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അതൊന്നും നടക്കില്ല, ട്രെയിനൊക്കെ ഡിലേ ആവും എന്ന് പറയും. അവിടെ എന്നിട്ട് പ്രശ്നമേ ഇല്ല. അന്ന് എല്ലാ ട്രെയിനും ലേറ്റാവും. അവിടെ 2 മണിക്കൂർ 3 മണിക്കൂർ ലേറ്റാവും. ഇപ്പോഴും ഉണ്ട്. എല്ലാ വർഷവും ചെയ്യും അവർ. അതുപോലെ ഈ വിഷ്ണുപൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2 ചക്ക വിലയ്ക്ക് വാങ്ങും അവർ. എന്നിട്ടൊരു പെട്ടിക്കകത്താക്കി സീൽ ചെയ്യും. റെയിൽവേയുടെ സീൽ വെച്ചിട്ട് കൊണ്ടുവന്ന് ചേരാമ്പാട്ടിയിൽ കൊടുക്കും. എന്തിനാണെന്നറിയാമോ?
ഈ ശിഷ്യൻ, ഈ മന്ത്രദീക്ഷ എടുത്ത ശിഷ്യ എല്ലാ വർഷവും ആ പ്ലാവിൽ നിന്ന് 2 ചക്ക കൊണ്ടുപോയി, ഒരു ചക്ക കൊണ്ടുപോയി അമ്മയ്ക്ക് കൊടുക്കുമായിരുന്നു ജയറാം പാട്ടി. അപ്പം അയാൾ മരിച്ചുപോയി. അയാളുടെ കുടുംബക്കാരെങ്കിലും ഉണ്ടോ എന്ന് പോലും അറിയില്ല. പക്ഷെ ഇന്നും വിഷ്ണുപുർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ചക്കയുടെ സ്ഥാനത്ത് 2 ചക്ക കൊണ്ടുപോയി അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്. ജയറാം പാട്ടിൽ കൊണ്ടു കൊടുത്തിട്ട് അതിന് രസീത് വാങ്ങും. 2 ചക്ക കിട്ടി ബോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് രസീത് എഴുതി വാങ്ങും. അങ്ങനെയാണ് നമ്മുടെ അവതാര പുരുഷന്മാരെ, അവതാരമതികളായവരെയൊക്കെ നമ്മൾ സ്നേഹിക്കേണ്ടത്. നമ്മൾ അമ്പലത്തിൽ പോകാറുണ്ട്. അമ്പലത്തിൽ പോകുന്നത് ഭഗവാനോട് സ്നേഹം ഉണ്ടായിട്ടാ. നമ്മുടെ ആഗ്രഹം സാധിച്ചു കിട്ടണം. അതിനപ്പുറത്തേക്ക് നമുക്കൊരു ചിന്തയില്ല. നമ്മളാരും ആധ്യാത്മിക സാധകരല്ല. നമ്മൾ ആധ്യാത്മിക സാധകരാകണം. അത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ രക്ഷയുള്ളൂ. നിങ്ങൾ അമ്പലത്തിൽ പോയി എത്ര വഴിപാട് ചെയ്തു എന്ന് പറഞ്ഞാലും, നിങ്ങൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാലും, നിങ്ങൾ സ്വന്തമായി വീട്ടിലിരുന്നോ അമ്പലത്തിലിരുന്നോ ആശ്രമത്തിൽ വന്നോ എവിടെയെങ്കിലും ഇരുന്ന് നിങ്ങൾ സ്വന്തമായി ജപിച്ച സഹസ്രനാമത്തിൻ്റെ ഫലം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ മൗനമായിരുന്ന് ഈശ്വരനാമം ജപിച്ചതിൻ്റെ ഫലം നിങ്ങൾക്കുള്ളതാണ്. ആ ഫലം മാത്രമേ നമ്മളുടെ ജീവിതത്തിലെ കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് നമുക്ക് തരണം ചെയ്തു വരാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം അവിടെ തൃശ്ശൂർ കൽക്കട്ടയിൽ നിന്ന് വന്ന ഒരു സ്വാമിയുടെ പ്രഭാഷണത്തിൽ സ്വാമി പറഞ്ഞു, ഈശ്വര അവതാരം ഉൾപ്പെടെ ഉള്ള എല്ലാ ജീവജാലങ്ങൾക്കും ദുഃഖങ്ങളും കഷ്ടങ്ങളും ഉണ്ട്. അതില്ലാതെ ഒരു ജീവനും ഈ ഭൂമിയിലില്ല. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ദുഃഖവും കഷ്ടവും അനുഭവിക്കുന്നവരാണ്. ഇതിനെ തരണം ചെയ്ത് വരാൻ നമുക്ക് ആത്മബലമുണ്ടാകാൻ നമ്മൾ ആധ്യാത്മിക സാധന തന്നെ ചെയ്യണം. അതിന് ക്ഷേത്രത്തിൽ പോയി ഞാൻ അർച്ചനയ്ക്ക് പൈസ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അർച്ചനയ്ക്ക് പൈസ കൊടുത്ത് പൂജാരി അർച്ചന ചൊല്ലിയാൽ നമ്മുടെ പൈസ പോയി, പൂജാരിയുടെ അർച്ചനയുടെ ഫലം പൂജാരിക്ക് കിട്ടും. നമ്മൾ നമ്മുടെ നാക്കുകൊണ്ട് ജപിക്കുന്നതിൻ്റെ ഫലം മാത്രമേ നമുക്ക് കിട്ടൂ. അല്ലാതെ ഒന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ നമ്മളുടെ ഇടയിലും വിശേഷിച്ചും മലയാളികളുടെ ഇടയിൽ ആധ്യാത്മിക സാധന പൂർണ്ണമായും ഇല്ലാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ഭാഗവത സപ്താഹം നടക്കുമ്പോൾ ഉച്ചയ്ക്കുള്ള പ്രസാദം കിട്ടിയാൽ മതി. അത് വലിയ പുണ്യമാണെന്നാണ് വിചാരിക്കുന്നത്. പുണ്യമാണ് വയറിന്, അല്ലേ? പക്ഷേ നമ്മുടെ മനസ്സിനും നമ്മുടെ ബുദ്ധിക്കും അതിന് നമ്മൾ അവിടെ ഇരുന്ന് ഭാഗവത കഥ കേൾക്കണം. ഇല്ലെങ്കിൽ വീട്ടിലിരുന്ന് കേൾക്കണം. നമ്മളെല്ലാവരും നാരായണീയം ജപിക്കുന്നവരുണ്ട്, ലളിതാ സഹസ്രനാമം ജപിക്കുന്നവരുണ്ട്. നമ്മളിത് പാരായണം നടത്തുന്നു. അത് യാന്ത്രികമായിട്ടാണ്. അങ്ങനെയല്ല. വീട്ടിലിരുന്ന് സ്വസ്ഥമായിരുന്നു അത് ജപിച്ചാൽ അതിന് ഫലം ഉണ്ട്. ഞാൻ വരാൻ സമയമായോ? അപ്പോൾ ഒരു 2 മിനിറ്റ് ഞാൻ എടുത്തോട്ടെ. ഞാൻ ഒരു സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ചിദാനന്ദപുരി സ്വാമിയുടെ അടുത്ത് ഒരാളൊരു ചോദ്യം ചോദിച്ചു. ഒരു ചോദ്യോത്തര വേളയില്ലേ അദ്ദേഹം പറഞ്ഞു, സ്വാമി, യജ്ഞം യാഗം ഇതൊക്കെ നടത്തുന്നത് ആളിനെ പറ്റിക്കലല്ലേ? ഇതൊക്കെ കാശ്, ഒരു ബിസിനസ്സാണ്, കാശുണ്ടാക്കാനാണ്. അല്ലാതെ യജ്ഞവും യാഗവും ഒന്നും നടത്തിയാലൊന്നും ഒരു ഫലവും കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാമി ചോദിച്ചു, നിങ്ങൾക്ക് അനുഭവം വല്ലതും ഉണ്ടോ? ഉണ്ട്. എന്താണ് അനുഭവം? അത് തിരുവനന്തപുരത്ത് ഒരു പുത്രകാമേഷ്ടി യാഗം നടത്തി. അപ്പോൾ അതിൽ 15,000 രൂപ വീതം കൊടുത്ത് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാവും എന്ന് പറഞ്ഞു. ഞാനും എൻ്റെ സുഹൃത്തും 2 പേർക്കും കുട്ടികളില്ലാതുകൊണ്ട് ഞങ്ങൾ പോയി 2 ടിക്കറ്റ് എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വർഷം ഒരുപാടായി, ഞങ്ങൾക്ക് ഇപ്പോഴും കുട്ടികളില്ല. അപ്പോൾ ഈ യാഗം യജ്ഞം ഇതൊക്കെ പറയുന്നത് പറ്റിക്കലല്ലേ? ഈ ആളുകളെ പറ്റിച്ച് പൈസ വാങ്ങാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ സ്വാമി പറഞ്ഞു, ആദ്യം നിങ്ങളെ അവർ പറ്റിച്ചോ അതോ നിങ്ങൾ ഭഗവാനെ പറ്റിച്ചോ എന്നുള്ളതാണ് ഇപ്പോൾ എനിക്കറിയേണ്ടത്. എന്നിട്ട് സ്വാമി പറഞ്ഞു, ഒരു യജ്ഞം നടക്കുമ്പോൾ അതിനൊരു യജമാനനുണ്ടാകും. അയാളാണ് അത് നടത്തിക്കുന്നത്. ആ യജമാനൻ അത് നടത്തിക്കുമ്പോൾ അതിൻ്റെ ഫലം ആർക്ക് കിട്ടും? യജമാനന് കിട്ടും. അല്ലാതെ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്താൽ നിങ്ങൾക്ക് കിട്ടില്ല. എന്നിട്ട് സ്വാമി പറഞ്ഞു, നിങ്ങൾ
ഇനി നിങ്ങൾക്ക് കുട്ടികളുണ്ടാവാൻ, പുത്രകാമേഷ്ടി യാഗം നടത്തി കുട്ടികളുണ്ടാവാൻ 2 മാർഗമേ ഉള്ളൂ. ഒന്നുകിൽ നിങ്ങളുടെ ഭാര്യയെ ആ പുത്രകാമേഷ്ടി യാഗം നടത്തിയ യജമാനന് കല്യാണം കഴിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു പുത്രകാമേഷ്ടി യാഗം നടത്തി അതിൻ്റെ യജമാനനാവുക. എന്നിട്ട് പിന്നെ സ്വാമി അതിൻ്റെ കൂടെ പറഞ്ഞു, പുത്രകാമേഷ്ടി യാഗം നടത്തിയാൽ ഉറപ്പായിട്ടും കുട്ടി ഉണ്ടാവും, പക്ഷേ അതെല്ലാവർക്കും നടത്താൻ പറ്റുന്ന കാര്യമല്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഇതാണ്, ദശരഥ മഹാരാജാവ് നടത്തി, പക്ഷേ ഈ അയോധ്യ, ഈ ദശരഥ മഹാരാജാവിൻ്റെ രാജ്യത്ത് വേറെ ആരും നടത്തിയതായിട്ട് കേട്ടിട്ടില്ല. ചരിത്രത്തിലും അങ്ങനെ അധികം ആരും നടത്തിയതായിട്ട് കേട്ടിട്ടില്ല. കാരണം അത് നടത്തുന്നതിന് അത്ര കണ്ട് ചെലവും മറ്റ് സൗകര്യങ്ങളും എല്ലാം വേണം. അപ്പോൾ അങ്ങനെ ആ സൗകര്യങ്ങളോട് കൂടി അത് ചെയ്യാൻ സാധിച്ചാൽ അപ്പോൾ കുട്ടികളുണ്ടായില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ ഇത് പറ്റിക്കലാണ്, ഇല്ലെങ്കിൽ എങ്ങനെയാണ് പറയാമെന്ന് ചോദിച്ചു. അപ്പം ഞാനിവിടെ പറയാമെന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടത്, പുത്രകാമേഷ്ടിയാഗം നടത്തുന്ന യജമാനനാണ് കുട്ടികളുണ്ടാവുന്നത് എന്നതുപോലെ സന്ധ്യാവേളയിൽ വിളക്ക് കൊളുത്തിയിട്ട് ഞാനിരുന്ന് നാമം ജപിച്ചാൽ, ഞാൻ രാമമന്ത്രം ജപിച്ചാൽ ആ രാമമന്ത്രം എന്നെ രമിപ്പിക്കും, സന്തോഷിപ്പിക്കും. പക്ഷെ എന്നെ രമിപ്പിക്കുള്ളൂ. ഞാനിവിടെ ഇരുന്ന് രാമമന്ത്രം ജപിച്ചിട്ട് അപ്പോൾ അത് കഴിച്ചും കൊണ്ട് അടുത്ത വീട്ടിലെ ഇവിടുത്തെ ഈ ദേവകിയമ്മ ഇവിടെ ഇരിപ്പുണ്ട്, അമ്മ അവിടെ ഇരുന്നുകൊണ്ട് സ്വാമി അവിടെ നാമം ജപിക്കുന്നുണ്ട്, എനിക്ക് സന്തോഷം കിട്ടുമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഈശ്വരചിന്ത ചെയ്യുന്നവരാകണം. അമ്പലത്തിൽ ഞാൻ ഉത്സവം സംഘടിപ്പിക്കുന്നു, ഭാഗവത സപ്താഹം സംഘടിപ്പിക്കുന്നു, ഞാൻ കൺവീനറാണ്, അതൊക്കെ ശരിയാണ്, കർമ്മഫലം ലഭിക്കുക തന്നെ ചെയ്യും. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് നമ്മളെ തരണം ചെയ്ത് മുക്തിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിന് നമ്മൾ തന്നെ എത്തിക്കണം, നമ്മൾ തന്നെ ആധ്യാത്മികമായി സ്വയം ഉയരണം. ഇതാണ് ഈ വേളയിൽ പറയാൻ ഉള്ളത്. ഞാൻ സഹസ്രനാമം ജപിക്കാമെന്നാണ് വിചാരിച്ച, പുസ്തകത്തിൻ്റെ ദൗർലഭ്യം കൊണ്ടാണ് അത് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ചില കഥകൾ പറയാമെന്ന് വെച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ ഹോമമുണ്ട്, ഹോമത്തിന് ശേഷം നമ്മുടെ വിശുദ്ധ ചേട്ടനും തത്പുരുഷൻ സ്വാമി അമ്മയെപ്പറ്റി സംസാരിക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞ് അതുപോലെ നമ്മുടെ പ്രസാദം കഴിച്ചിട്ട് എല്ലാവരും പിരിയാവും.